പ്രിയപ്പെട്ടവരെ നമസ്കാരം. ആപതി കിം കരണീയം സ്മരണീയം ചരണയുഗളമമ്പായാം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നും എവിടെയും ആശ്രയം അമ്മയുടെ ചരണയുഗളങ്ങളാണ്. ആദിപരാശക്തിയായി ഈ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന ജഗദംബികയ്ക്കായി ഇക്കാലത്ത് സമർപ്പിതമായ പുതിയൊരു ക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ചാനൽ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവയ്ക്ക് മടിക്കരുതെന്ന് ആദ്യമേ പറയട്ടെ. യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത എന്ന ദേവി മാഹാത്മ്യത്തിൽ നിന്ന് അറിഞ്ഞിട്ടുള്ളവരാണ് നാം. ശക്തിരൂപേണയുള്ള ആ ആദിപരാശക്തി കുടികൊള്ളുന്ന അതിമനോഹരവും നവീനവുമായ ക്ഷേത്രമാണ് എറണാകുളം ജില്ലയിൽ ആലുവയ്ക്ക് സമീപം ചൊവ്വരയിലുള്ള ആദിപരാശക്തി ക്ഷേത്രം. പെരിയാറിൻ്റെ തീരത്ത് ഹരിതാഭയാൽ നിർഭരമായ ഗ്രാമമധ്യത്തിൽ നിലകൊള്ളുന്ന ഈ ക്ഷേത്രം പല രീതികളിലും ശ്രദ്ധേയമാണ്. തീർത്ഥാടകരായി ഇവിടെ എത്തിച്ചേരുന്ന ഭക്തർക്ക് ഈ ക്ഷേത്ര സന്നിധി തീർച്ചയായും മനോജ്ഞമായ അനുഭൂതി പ്രദാനം ചെയ്യും. വിശാലമായ വിമലാകാശത്തിന് കീഴിൽ സുന്ദരമായി ഒരുക്കിയിരിക്കുന്ന പൂന്തോട്ടങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന 3 ഗോപുരങ്ങൾ കാണുന്നു. 3 കോവിലുകളിലേക്കുള്ള പ്രവേശന കവാടങ്ങളാണ് ഈ 3 ഗോപുരങ്ങളും. ഉത്തര ദക്ഷിണ വാസ്തുവിദ്യയുടെ ഒരു സമന്വയമാണ് ഒറ്റ മതിൽക്കെട്ടിനകത്തുള്ള ഈ 3 ക്ഷേത്രങ്ങളും. ഓരോ ഗോപുരവും നിരവധി പൗരാണിക രൂപങ്ങളുടെ നിറവാണ്. കലയും പുരാണവും കരകൗശല നൈപുണ്യവുമെല്ലാം നമുക്കിവിടെ ദർശിക്കാം. ശക്തി രൂപേണയുള്ള ആദിപരാശക്തിയുടെ കോവിൽ. ഈ ക്ഷേത്ര സമുച്ചയത്തിലേക്ക് എത്തുന്ന ഭക്തർ ആദ്യം വന്ദിക്കേണ്ടത് ആദിപരാശക്തിയെ തന്നെയാണ്. ആദിപരാശക്തിയുടേതാണ് ആദ്യത്തെ കോവിൽ. രണ്ടാമത്തേത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രമാണ്. മൂന്നാമത്തെ ക്ഷേത്രം ശ്രീ മഹാദേവന്റെ കുടുംബത്തിന് ഒന്നാകെയുള്ളതാണ്. ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന ഗോപുരം കടന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മനോജ്ഞവും ആധുനിക സൗകര്യങ്ങൾ ഒത്തിണങ്ങുന്നതുമായ വലിയൊരു നടപ്പുര കാണുന്നു. ഈ നടപ്പുരയുടെ അങ്ങേയറ്റത്ത് കാണുന്നതാണ് വിഷ്ണു ക്ഷേത്രം. 3 ക്ഷേത്രങ്ങളിലും ധ്വജപ്രതിഷ്ഠയും നടന്നിട്ടുണ്ട്. ആദ്യം പ്രവേശിക്കേണ്ടത് ആദിപരാശക്തിയുടെ ഈ കോവിലിലാണ്. അടിമരവും വലിയ ബലിക്കല്ലും അമ്മയുടെ വാഹനമായ സിംഹപ്രതിഷ്ഠയും കടന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ ശ്രീ ആദിപരാശക്തിയെ വന്ദിക്കാം. ക്ഷേത്രത്തിന് പ്രദക്ഷിണം വച്ചു വരുമ്പോൾ ആദ്യം കാണുന്നത് മൂലഗണപതിയുടെ കോവിലാണ്.
ഈ കോവിലിന് മുൻഭാഗത്ത് ഒരു അപൂർവ ദൃശ്യം നമുക്ക് കാണാൻ കഴിയും. ഭഗവാന്റെ വാഹനമായ മൂഷികൻ മൂലഗണപതിക്ക് അഭിമുഖമായി കൈകൾ കൂപ്പിയിരിക്കുന്ന കൗതുകകരമായ പ്രതിഷ്ഠയാണത്. ഇത്തരത്തിൽ മൂഷിക പ്രതിഷ്ഠയുള്ള മറ്റേതെങ്കിലും ക്ഷേത്രം കേരളക്കരയിൽ ഉള്ളതായി അറിവില്ല. പ്രധാന കോവിലുകൾ മാത്രമല്ല, എല്ലാ ഉപദേവതമാരുടെ കോവിലുകളും ശില്പകലയാൽ അലങ്കൃതമാണ്. എല്ലാ കോവിലുകൾക്കും ഇരുവശവും ദ്വാരപാലക പ്രതിഷ്ഠകളും കരിങ്കല്ലിൽ മെനഞ്ഞു വച്ചിരിക്കുന്നത് കാണാം. ഇവിടെ നിന്നും വീണ്ടും മുന്നോട്ട് നടക്കുമ്പോഴാണ് മറ്റ് ഉപദേവതാ പ്രതിഷ്ഠകൾക്കുള്ള കോവിലുകൾ. നാഗദേവതമാർ, ഹനുമാൻ, ശ്രീ മഹാദേവൻ തുടങ്ങിയവരുടേതാണ് ഈ കോവിലുകൾ. മനോഹരമായ വൃത്തശ്രീകോവിലാണ് ഇവിടെ 3 പ്രധാന കോവിലുകൾക്കും ഉള്ളത്. ശ്രീകോവിലുകളെല്ലാം തന്നെ ചെമ്പുമേഞ്ഞവയാണ്. നാലമ്പലം കടന്നു ചെല്ലുമ്പോൾ നമസ്കാര മണ്ഡപം കണ്ണിൽപ്പെടുന്നു. ഈ നമസ്കാര മണ്ഡപത്തിൻ്റെ മച്ചിൽ മരത്തിൽ കൊത്തിയെടുത്ത നിരവധി ശില്പങ്ങളുമുണ്ട്. 2 അറകളോടുകൂടിയ ശ്രീകോവിലിനകത്ത് നിറചൈതന്യത്തോടെ ശക്തിരൂപിണിയായ ആദിപരാശക്തി കുടികൊള്ളുന്നു. എത്ര നേരം വേണമെങ്കിലും ആ ദർശന സൗഭാഗ്യത്തിൽ ഭക്തർ മുഴുകി നിന്നു എന്നിരിക്കും. പടിഞ്ഞാറേ ഗോപുരം കടന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സുന്ദരമായി പണിതീർത്തിട്ടുള്ള ക്ഷേത്രക്കുളവും കുളപ്പുരയും ഉണ്ട്. അവിടെ നിന്നുള്ള ക്ഷേത്രത്തിൻ്റെ ദൃശ്യഭംഗിയും ആകർഷകമാണ്. സന്ധ്യയായതിനാൽ വൈദ്യുത ദീപങ്ങൾ തെളിഞ്ഞു. വിളക്കുമാടത്തിൽ തെളിയുന്നത് വൈദ്യുതി ദീപങ്ങളാണ്. എണ്ണവിളക്കുകൾ പോലെ തന്നെ അവ ഒരുക്കിയിട്ടുള്ളതിനാൽ ആകർഷകമാണ്. മാത്രമല്ല, എണ്ണയും കരിയും വീണ് വിളക്കുമാടം വൃത്തിഹീനം ആകുന്നുമില്ല. ദീപാരാധന വേള ആയതിനാൽ ഇടയ്ക്കിടെ സംഗീതം സോപാനത്തിനരികിൽ നിന്ന് ഒഴുകിയെത്തുന്നുണ്ട്. അനന്തൻ, വീരഭദ്രൻ, നവഗ്രഹങ്ങൾ എന്നിവർക്കും ഇവിടെ കോവിലുകൾ ഉണ്ട്. ശ്രീദേവി, ഭൂദേവി എന്നിവരോടുകൂടിയ ശ്രീ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണ് മധ്യത്തിലുള്ള ക്ഷേത്രത്തിലുള്ളത്. ഭൂദേവി ഭൗതിക ലോകത്തിൻ്റെയും ശ്രീദേവി ആധ്യാത്മിക മണ്ഡലത്തിൻ്റെയും രക്ഷകമാരാണ്. പ്രപഞ്ച സൃഷ്ടികളുടെ പരിപാലന കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ മഹാവിഷ്ണുവിനൊപ്പം നമുക്കിവരെ ഇവിടെ ദർശിക്കാം. ഇനിയാണ് പാർവതി, ഗണേശൻ, കാർത്തികേയൻ, ധർമ്മശാസ്താവ്, അശോകസുന്ദരി, ഭദ്രകാളി, ജ്യോതി
എന്നിവർക്ക് ഒപ്പം അമരുന്ന ശ്രീ മഹാദേവന്റെ ദർശനം. ശിവകുടുംബം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. പവിത്രതയും പരിശുദ്ധിയും ഏറെ ശ്രദ്ധയോടെ പരിപാലിക്കപ്പെടുന്ന ഈ ക്ഷേത്ര സന്നിധി നിശ്ചയമായും ആധ്യാത്മികതയുടെ അനുഭൂതി പകരുക തന്നെ ചെയ്യും. നവീനമായ ഒരു ക്ഷേത്രമായതിനാൽ അധികമാരും ഈ ക്ഷേത്രത്തെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടാകുകയില്ല. അതുകൊണ്ട് തന്നെ ഭക്തജനത്തിരക്കും ഇപ്പോൾ കുറവാണ്. ഒരിക്കൽ ചൊവ്വരയിലുള്ള ശ്രീ ആദിപരാശക്തി ക്ഷേത്രത്തിൽ എത്തിയവർ വീണ്ടും വീണ്ടും ഇവിടേക്ക് എത്താതിരിക്കുകയില്ല. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ നിരവധി ഭക്തരെ ആകർഷിക്കുന്ന കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ക്ഷേത്രങ്ങളിലൊന്നായി ഇത് മാറും എന്നതിൽ സംശയമേ ഇല്ല. ആധുനികമായ എല്ലാ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളുമുള്ള ഈ ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങളിലും ഹോമങ്ങളിലും ഉത്സവത്തിലുമെല്ലാം നിഷ്കർഷ പുലർത്തുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ്. സമയം കിട്ടുമ്പോൾ ചൊവ്വരയ്ക്ക് ഒന്നിറങ്ങുക. തീർച്ചയായും അതൊരു അനുഗ്രഹമാകും. ആലുവയിൽ നിന്നും കാലടിയിൽ നിന്നും അങ്കമാലിയിൽ നിന്നുമെല്ലാം റോഡ് മാർഗം ഇവിടേക്ക് എത്തിച്ചേരാം. ഈ ആദിപരാശക്തി ക്ഷേത്രത്തിലെ എല്ലാ ദേവതമാരുടെയും അനുഗ്രഹം നമുക്കെന്നും ഉണ്ടാകട്ടെ.